നീ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ നൽകാനായി കാലം നിനക്ക് കാത്തുവെച്ചതാ ചിന്നുനെ. നീ കരുതിയിരുന്നോ രമേ? സോറി, ഇത് മഹി അഡ്വക്കേറ്റാ. ഇത് കല്യാണിക്ക് എന്റെ പേരറിയില്ലെന്ന് എനിക്കറിയാം. ഐ എം നിശാന്ത്. കാണാം. ശരി. കുഞ്ഞോളെ, ഈ അടുത്തിടെയായിട്ട് എല്ലായിടത്തും തോൽവിയാണല്ലോ. പണ്ടെനിക്ക് ഈ ക്രിക്കറ്റ് കളി ഒരു വീക്ക്നെസ് ആയിരുന്നു. ലോകകപ്പ് മത്സരം നടന്നപ്പോഴേ അവസാന പന്ത് വരെ ജയിക്കുമോ ജയിക്കില്ലേ എന്നുള്ള ടെൻഷനിൽ കൊണ്ട് എത്തിച്ചിട്ട് ഒരു പന്തിന് 3 റൺ വേണമെന്ന അവസ്ഥയിലെത്തുമ്പോ അവസാന പന്തിൽ 6 അടിച്ച് ജയിച്ചതുപോലെയാണല്ലോ അവളുടെ അഡ്മിഷനെ. ആ ശിവദാസന്റെ മകള് വക്കീലായിട്ട് വരുന്നു ഭയക്കണം. നിയമമൊക്കെ പഠിച്ചു കഴിയുമ്പോഴേ അവള് ചിലപ്പോ ശിവദാസന്റെ കേസിന് പുറകെ പോയെന്ന് വരും. ആ പോക്ക് ചെന്ന് നിൽക്കുന്നത് കൊട്ടാരത്തിലെ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകത്തിലേക്കായിരിക്കും. പിന്നെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കുഞ്ഞോക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഭദ്രേട്ടാ, ലോ കോളേജിൽ അഡ്മിഷൻ എടുത്തു എന്ന് വെച്ച് വക്കീലായെന്ന് അർത്ഥമില്ല. അവൾ 5 കൊല്ലം പഠിച്ചു പൂർത്തിയാക്കണം. അതിന് ഞാൻ അവളെ അനുവദിക്കില്ല. ആ ക്യാമ്പസിൽ അവള് പഠിത്തം തുടരില്ല. അതിന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് മതി. അവൾ 5 കൊല്ലം അവിടെ പഠിച്ച് പൂർത്തിയാക്കി വക്കീൽ കോട്ട് വിട്ട് വരരുത്. എനിക്ക് അത്രയേ ഉള്ളൂ. നിങ്ങള് അളിയൻ വരുന്നുണ്ട്. എന്താ ആങ്ങളെയും പെങ്ങളും കൂടി ഒരു ചർച്ച? അത് പിന്നെ ഓരോരോ കാര്യങ്ങള്. അതെ അതെ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഓതിക്കൊടുക്കുന്നതാ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അല്ല ഭദ്ര, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഭദ്രൻ രമാദേവിയുടെ നേരാങ്ങള തന്നെ ആണോ? അതെന്താ അളി അങ്ങനെ ചോദ്യം? അല്ല, പെങ്ങടെ കുടുംബം സമാധാനമായി പോകുന്നതിനോട് ഭദ്രന് അത്ര താല്പര്യമില്ലെന്ന് തോന്നുന്നു. അല്ല, ആ ഒരു സംശയം കൊണ്ട് ചോദിച്ചാണേ. അല്ലെങ്കിൽ എനിക്കിത് വേണം അളിയ. അളിയനും പെങ്ങൾക്കൊരു കൂട്ടാവട്ടെ എന്ന് കരുതി എന്റെ ജീവിതം വരെ വേണ്ടാന്ന് വെച്ചിട്ട് ഭാര്യയും മോളുമായിട്ട് ഇവിടെ നിൽക്കുന്നവനാ ഞാൻ. എന്നോട് ചില പ്രൊഫഷണൽ നാടകങ്ങളിലെ നല്ല ടെമ്പോയിൽ നിൽക്കുമ്പോ ഇതേപോലെ ചില ഡയലോഗുകൾ പറയും. സത്യത്തിൽ അത് പറയുന്ന ആൾക്കും മനസ്സിലാവില്ല, എഴുതിയ ആൾക്കും മനസ്സിലാവില്ല, കേൾക്കുന്ന പ്രേക്ഷകർക്കും മനസ്സിലാവില്ല. ഇതേ അതുപോലൊരു സാധനം. അളി എന്തൊക്കെ പറഞ്ഞാലും എന്റെ പെങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോകില്ല. ബെസ്റ്റ്. ഇങ്ങനെ തന്നെ വേണം അളിയന്മാര്. താങ്ക് യു ലിയ, താങ്ക് യു. അളിയൻ ഇപ്പോഴെങ്കിലും എന്നെ കുറിച്ചൊരു നല്ല വാക്ക് പറഞ്ഞല്ലോ. രമേ, നിന്നോട് എന്തോ പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പറയാൻ വന്നതങ്ങ് മറന്നുപോയി. അളിയാ, അങ്ങനെ വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഡയറിയിൽ എഴുതി കുറിച്ച് വെക്കണം അളിയാ. ഇപ്പൊ ഓർമ്മ വന്നു.
നീ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ നൽകാനായി കാലം നിനക്ക് കാത്തുവച്ചതാ ചിന്നുനെ. നീ കരുതിയിരുന്നോ രമേ? അഡ്മിഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ മനസ്സിന് എന്തോ ഒരു വലിയ സന്തോഷം. അതാണ്. പിന്നെ അഡ്മിഷൻ വാങ്ങിയാൽ മാത്രം പോരാ, പഠിച്ച് നല്ല മാർക്കും വാങ്ങണം. ഈ LLB എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഡിഗ്രി പോലെയൊന്നുമല്ല. സർട്ടിഫിക്കറ്റ്സിലൊന്നും ഒരു കാര്യമില്ല. നിയമത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്, പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന രീതി, ഇതൊക്കെ പ്രധാനപ്പെട്ടതാ. ഈ ലോകത്തുള്ള എല്ലാ കേസുകളും അതിന്റെ കോടതി വ്യവഹാരവും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് നിർത്തുവോ? അഡ്മിഷൻ കിട്ടിയതിന്റെ സന്തോഷത്തിലിരിക്കോ ഇപ്പോ? തന്റെ ഈ ഫിലോസഫി കേട്ടാ ചിലപ്പോ ഞാൻ നാളെ മുതൽ LLB പഠിക്കണ്ടെന്ന് തീരുമാനിക്കും. സത്യം പറയാലോ, അത്രയ്ക്ക് ബോർ അതെന്റെ സംസാരം. ആ, പഴയൊരു ചൊല്ലുണ്ടല്ലോ, എന്താ അത്? ആ, ചത്ത് കിടക്കുന്നവൻ വരെ വന്ന് അടിക്കും. അത്രയ്ക്ക് ബോറാണോ? ഭയങ്കര ബോറാ. ബോറിന്റെ എക്സ്ട്രീം ലെവൽ. നമുക്കേ ഒരു നാളികേരം കുടിച്ചിട്ട് പോവാം. നാളികേരോ? ഇയാളെ എഴുത്തച്ഛനൊന്നും അല്ലല്ലോ, കരിക്ക്. അങ്ങനെ പറഞ്ഞാ മതി. ഓ, ഇറങ്ങ്. അതെ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. വീട്ടിലൊരു സുന്ദരി പെണ്ണ് വിരുന്നു വന്നു പറഞ്ഞല്ലോ, അതാരാ? അതോ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ. ചേച്ചി, 2 കരിക്ക്. നാളികേരം വെള്ളമുള്ളത് വേണോ കരിക്കുള്ളത് വേണോ? 2 കൂടി ഉള്ള എടുത്തോ. പിന്നെ രമാ മാഡത്തിന്റെ വീട്ടിൽ വിരുന്നു വന്ന സുന്ദരി പെണ്ണിനെ കൊണ്ട് ഇയാളെ കെട്ടിക്കാൻ പോവല്ലേ? ആ, ഒരു തള്ളങ്ങ് വിളിച്ച് പറഞ്ഞോളൂ. തനിക്കിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയാൻ ഒരു ഉളുപ്പുമില്ലേ? അയ്യേ, ആണുങ്ങളൊക്കെ ഇങ്ങനെയാണോ? കുടിക്ക്.